അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. നല്ല ആപ്പിള് പോലത്തെ ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരം ഇല്ലായ്മയെന്നും പറയാം. അടുത്തേനെ പിടിക്കാം. എങ്ങനെ 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 അടുത്തേനെ പിടിക്കാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ താരമുണ്ട്. അയാളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തണ്ട. അയ്യോ, ഇനി ഇപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. അപ്പൊ കുറെ നാൾ ഇയാൾ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുള്ള ആളെ പോലൊക്കെ എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടി. എനിക്ക് അസുഖമൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഞാനിവിടെ ഉണ്ട് എന്ന് കുൽസിത പ്രവർത്തികളിലൂടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരുത്തനാണ്. അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. ഇയാളുടെ ഒന്നും വീഡിയോ സെർച്ച് ചെയ്ത് കാണാത്ത ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ വീഡിയോകൾ കണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ ഒരു വീഡിയോ വരികയാണ്. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. ഇയാളും ഇയാളുടെ 3-4 സുഹൃത്തുക്കളും ഒന്നിച്ചുണ്ട്. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ഏത് പ്ലാറ്റ്ഫോമാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ ഓരോ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ മാറി മാറി വരികയാണ്. പുരുഷന്മാരെ ആരെയും കാണാൻ പറ്റുന്നില്ല. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി അപ്പൊ പെട്ടെന്ന് ഒരു കൊച്ചു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയെ കണ്ട പാടെ ഇവന്മാര് ഒരു 10-20 ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതിരുന്നവന്മാരുടെ മുന്നിൽ കൊണ്ട് സദ്യ വിളമ്പി വെക്കുമ്പോൾ ഉള്ള ഇവര് ഇതാണ്, ആവേശമാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു നീ വാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ ഇറ്റ് വീഴുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്. എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ഇതുവരെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലാത്ത പോലെ ഇതെന്തുവാടാ സാധനം എന്നൊക്കെ ഇവന്മാരെ സംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ആ പെൺകുട്ടിയോട് വളരെ ദ്വയാർത്ഥത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള സംസാരമൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് അത് പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. അതിങ്ങനെ കയറ്റി ഇറക്കി കാണിച്ചു കൊടുക്കാൻ പറ്റൂല, നിങ്ങൾക്ക് അറിയില്ലേ? ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഈ പോകല്ലേ എന്ന് പറഞ്ഞ് കിടന്ന് ചാടുന്നു, ബഹളം വെക്കുന്നു. എല്ലാവർക്കും അവൾ പോയപ്പോൾ, ആ സ്ക്രീനിൽ നിന്ന് അവൾ അപ്രത്യക്ഷമായപ്പോൾ വലിയ നിരാശ. അയ്യോ, എന്റെ പ്രശ്നം ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള സൂക്കേട് നിന്റെ വാപ്പയ്ക്ക് ഇത് തന്നെയല്ലടാ ഇരുന്നത്. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല, പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. അതും പോട്ടെ, ഈ പെൺകുട്ടി സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായതിനെ തുടർന്ന് ഇവർ വലിയ നിരാശയിലിരിക്കുമ്പോൾ അടുത്ത ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അതിൽ ഇവന്മാർക്ക് വലിയ രസം തോന്നുന്നില്ല. വേണ്ട. അവറ്റകളോട് മാറിപ്പോൻ പറയാ. ചെറ്റത്തരം പറയണം. ഇവന്മാരുടെ കണ്ണിൽ, ഇവന്മാരുടെ ചിന്തയിൽ, സങ്കല്പത്തിൽ സൗന്ദര്യമുള്ളവൾ, സൗന്ദര്യമില്ലാത്തവൾ എന്നിങ്ങനെ അവന്മാര് ഇങ്ങനെ തരം തിരിച്ചിട്ട് അത് തെമ്മാർത്തരല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഓരോ പെൺകുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെ അടുത്തും അതാത് അവരുടെ രൂപത്തിനനുസരിച്ച് ഒലിപ്പിക്കുകയാണ്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ടീച്ചറേ, ഈ ശശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ, പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമനാറിയാണ്, സ്ത്രീയാണ്. അപ്പൊ നമ്മളായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും ആരും ഇവന്മാരെ പോലെയുള്ളവരുടെ ലൈവുകളുടെയോ വീഡിയോകളുടെയോ ചാനലുകളുടെയോ ഒക്കെ അയൽവക്കത്ത് കൂടെ പോലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്.